ആദവനാടിന്റെ അക്ഷരസുഹൃതത്തിന് വിസ്മയയുടെ കൂട്ട് എന്ന പേരിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് മാട്ടുമ്മൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. MSP ഡെപ്യൂട്ടി കമാൻഡന്റ് പി ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. അവന്റെ ആവേശം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ആവേശം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യ അതേപോലെ കേരള എല്ലാ ടീമുകളും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹം നല്ല രീതിയിൽ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കുക. നിങ്ങളൊക്കെ മാർക്കറ്റിൽ പോയാൽ ആദ്യം ചെയ്യുന്നത് അവിടെയുള്ള പ്ലാസ്റ്റിക് പീസിലാണ് നിങ്ങളുടെ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും നമ്മളൊരു പാത്രം നമ്മളുടെ വണ്ടിയാണെങ്കിൽ മീനായാലും മറ്റ് പച്ചക്കറിയാണെങ്കിലും ഒക്കെ നമുക്ക് ആ പാത്രങ്ങൾ വാങ്ങിക്കൊള്ളാൻ സാധിക്കും. ആദവനാടിന്റെ ഒരു പ്രൊജക്റ്റ് ആയിട്ട് കാണണം എന്ന് മാത്രം നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുകയാണ്. ജീവകാരുണ്യ രംഗത്തെല്ലാം സജീവമായി നിൽക്കുന്ന സന്നദ്ധ സംഘടനയാണ് വിസ്മയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയുന്നത്. ഈ ക്ലബിന്റെ സഹകരണത്തോടെ ഈ സ്കൂളിന്റെ PTA കമ്മിറ്റിയുടെ കൂടി സഹായത്തോടു കൂടി 5ാമത് അഖില കേരള ഫുട്ബോൾ മഹോത്സവമാണ് നടക്കാൻ വേണ്ടി. കേവലം ഒരു ഫുട്ബോൾ കളിയിലേക്ക് അപ്പുറം കലുഷിതമായ നമ്മുടെ സമൂഹത്തോട് ചില സന്ദേശങ്ങൾ കൂടി കൊടുക്കണം എന്നാണ് ഞങ്ങൾ ഈ കളിയിലൂടെ ആഗ്രഹിക്കുന്നത്. സ്കൂൾ PTA, വിസ്മയ ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിലാണ് 10 ദിവസത്തെ ഫുട്ബോൾ മത്സരം. മാട്ടുമ്മൽ സ്കൂളിന്റെ 50ാം വാർഷികവും വിസ്മയ ക്ലബിന്റെ 20ാം വാർഷികവും ആഘോഷിക്കുന്ന വേളയിലാണ് ജനകീയ ഫുട്ബോൾ മേളയും നടത്തുന്നത്. എന്നാൽ വിസ്മയ മാട്ടുമ്മൽ നടത്തുമ്പോൾ കൂടുതലും മാറ്റുകൂട്ടും. കാരണം ഇവിടെ സൂചിപ്പിച്ച പോലെ നമുക്കറിയാം, എല്ലാ രീതിയിലുള്ള കാര്യത്തിലും വിസ്മയ അവരുടെ കയ്യൊപ്പ് പതിപ്പിക്കാറുണ്ട്. അപ്പൊ അവരുടെ 20ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ അവരൊരു നല്ല സന്ദേശം, ലഹരിക്കുന്ന സന്ദേശം കൂടി ഇതിലൂടെ മുന്നോട്ട് വെക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന ഈ ലഹരിക്ക് അടിമയാകുന്ന ശീലമൊക്കെ മാറ്റാൻ ഇതുപോലെ സ്പോർട്സുകൾ കഴിയുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്നിരുന്നാലും ഈ ടൂർണമെന്റിന്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിൽക്കുന്നു. വിസ്മയ അതിന്റെ 20ാം വാർഷികം ആഘോഷിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഈ സ്കൂൾ അതിന്റെ 50ാം വാർഷികം ആഘോഷിക്കുന്നു. ഈ സമയത്ത് ഈ ഫുട്ബോൾ മേള ഏറ്റവും മികവുറ്റതായിട്ട് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം. കായിക മേളയ്ക്ക് ഒരു പ്രത്യേകത, മനുഷ്യന്റെ എല്ലാ തരത്തിലുള്ള വിഭജിതമായിട്ടുള്ള മനസ്സുകളെ ഒരുമിപ്പിക്കാൻ വേണ്ടി കഴിയുന്നതാണ് കായികമാണ്. മനുഷ്യ മനസ്സിനെ ഒരുമിപ്പിക്കാൻ അവരുടെ മനസ്സിലൊരു ചിന്തയുണ്ടാവും. ശരീരവും മനസ്സുമൊക്കെ ഈ കായിക പ്രകടനത്തിന് വേണ്ടി അല്ലെങ്കിൽ തങ്ങളുടെ കഴിവ് മെച്ചപ്പെടുന്നതിന് വേണ്ടി സമർപ്പിക്കുക. ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഈ മേള ഇവിടെ പറഞ്ഞതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ നടക്കാൻ എല്ലാവരുടെയും സഹകരണം വേണം. അതോടൊപ്പം തന്നെ ഇവരെ ഉയർത്തിപ്പിടിക്കുന്ന ലഹരി പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന് വേണ്ടി എല്ലാവരും തന്നെ കൊണ്ടാവുന്നത് പ്രവർത്തിക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവിധ ആശംസകളും നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുന്നോട്ട് പോകുന്ന വിസ്മയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, അതുപോലെ ഇവിടുത്തെ PTA മറ്റ് ഭാരവാഹികൾ നമ്മുടെ ഈ ഫുട്ബോൾ നടക്കുന്ന ഈ സന്ദേശം വളരെ വലിയൊരു സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകുന്നത്. ഈ ലഹരിക്കെതിരെയുള്ള, അതുപോലെ പ്ലാസ്റ്റിക് അതിൻ്റെ അധികമായിട്ടുള്ള ഉപയോഗത്തിനെതിരെയുള്ള സന്ദേശം. ഏതായാലും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എത്തുന്നു. വളരെ രാജ്യസ്നേഹം നിറഞ്ഞവരാണ്. അവർ വെറുതെ ഒറ്റയുണ്ടാക്കുന്നവരല്ല എന്ന് വിചാരിക്കുന്ന മാതിരി വളരെ സന്തോഷത്തോടുകൂടി ഈ വരുന്ന ഈ കളി കാണുവാൻ വേണ്ടി എത്തിയവരാണ്. അവർക്ക് ഞങ്ങൾക്ക് പ്രത്യേകം അവരെ കാണേണ്ടതുണ്ട്. ഒന്നും പറയുന്നില്ല. നല്ല ഒരു ഉത്സവത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. വിസ്മയ സ്പോർട്സ് ആൻഡ് ക്ലബിനെ പറ്റി കൂടുതലും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പ്രദേശത്തെ കലാകായിക രംഗങ്ങളിലൊക്കെ നല്ല മികവ് പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബാണ് വിസ്മയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. അതിന്റെ 20ാം വാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ ആദവനാട് GHS ഗവൺമെന്റ് സ്കൂൾ PTA കമ്മിറ്റി, നമ്മുടെ ഉസ്മാൻ പൂളക്കോട് പ്രസിഡന്റ് അടക്കമുള്ള ആ ടീം നല്ല രീതിയിൽ ഇതിന്റെ വികസനവുമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്.
നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ വിസ്മയ ക്ലബിനെ ചെറുതായിട്ട് പറയാതിരിക്കുന്ന നിർവാഹമില്ല. വർഷങ്ങളായി നമ്മൾ പഞ്ചായത്ത് തലത്തിൽ ബ്ലോക്ക് തലത്തിലൊക്കെ ഓവറോൾ ഗേഡ് നേടിയ എല്ലാ മേഖലയിലും സജീവ സാന്നിധ്യം നമ്മൾ ഇടപെടുന്ന ക്ലബ്ബാണ് വിസ്മയ ക്ലബ്ബ്. ഈ വിസ്മയ ക്ലബിന്റെ 20ാം വാർഷികം ആഘോഷിക്കുകയാണ്. അതുപോലെ നമ്മുടെ സ്കൂളിന്റെ 50ാം വാർഷികം അവർ കൊടുക്കുന്ന നല്ല സന്ദേശമാണ് ഈ സമൂഹത്തിൽ. ഈ സമൂഹത്തെ ഈ തലമുറയെ കാർന്നു നിൽക്കുന്ന നമ്മൾ മദ്യവും മയക്കുമരുന്നിനെതിരെ ഒരു മെസ്സേജ്, അത് വളരെ ഒരു ഈ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായ കാര്യമാണ്. തീർച്ചയായും സന്ദേശം ഏറ്റെടുക്കുകയും അത് പ്രവർത്തിക്കുകയും നിരന്തരമായ ആ മേഖലയിൽ ഒരു ക്യാമ്പയിൻ നടത്തി ആ മേഖല വിജയിപ്പിക്കുന്ന അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവരും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട ഫുട്ബോൾ പ്രേമികൾ, ആദവനാടിന്റെ വിസ്മയമാവുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട വിസ്മയ ക്ലബ്ബ്. ഏതായാലും ഈ ഒരു വലിയ മഹാമാമകത്തിന് എല്ലാവിധ ആശംസകളും ഭാവുകളും നന്ദി. അഭിമാനമായ നമ്മുടെ വിസ്മയ ക്ലബ്ബും നമ്മുടെ സ്കൂളിന്റെ PTA-യും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 5ാമത് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ GHS PTA പ്രവർത്തകരും സംയുക്തമായി സംഘടിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിന് എല്ലാവിധ ആശംസകളും. ഇന്ന് മാട്ടുമ്മൽ സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. ഈ ടൂർണമെന്റിന് എല്ലാവിധ നന്മ നിറഞ്ഞ ആശംസകളും നേരുന്നു. മാട്ടുമ്മൽ ക്ലബ്ബും ആദവനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA-യും സംയുക്തമായി നടപ്പിലാക്കുന്ന അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിന് എല്ലാവിധ ആശംസകളും. രണ്ട് മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പരിപാടി നടക്കുന്നത്. ലഹരിക്കെതിരെയും അതുപോലെ പ്ലാസ്റ്റിക് മുക്തമായി ഈ രണ്ട് മുദ്രാവാക്യങ്ങൾ നമ്മളെല്ലാവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവരും ഈ ഫുട്ബോൾ മാമാങ്കത്തിന് എല്ലാവരും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. നന്ദി, നമസ്കാരം. GHS ആദവനാട് PTA കമ്മിറ്റികൾ നടപ്പിലാക്കുന്ന ഈ മാമാങ്കത്തിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ വിസ്മയ ക്ലബിന്റെ ഭാരവാഹികൾ ഇവിടെ എത്തിയിട്ടുള്ള കാണികളെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരുടെയും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ബഹുമാനരായിട്ടുള്ള ഗസ്റ്റുകളോട് നമ്മുടെ ലഹരിക്കും പ്ലാസ്റ്റിക്കിനുമെതിരെയുള്ള പോരാട്ടത്തിന്റെ സന്ദേശവും സമൂഹത്തിലെത്തിക്കുക എന്നതാണ് ലക്ഷ്യം. മേളയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനത്തിന് മാറ്റിവെക്കും. ടൂർണമെന്റ് ഫെബ്രുവരി 5-ന് സമാപിക്കും. ഫുട്ബോൾ കമ്മിറ്റി ചെയർമാനും സ്കൂൾ PTA പ്രസിഡന്റുമായ ഉസ്മാൻ പൂളക്കോട്ട് അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന പോരാട്ടത്തിൽ മാറ്റിയിരിക്കുന്നു. ഭാസ്കർ സേനാടൻ കുളമ്പും ടൗണ്ടിയും കയ്യപ്പുരയും തമ്മിൽ.
ഗ്രൗണ്ടിൽ ദേശീയ ഗാനം ഉദ്ഘാടന മത്സരത്തിൽ മാറ്റിയിരിക്കുന്നു. മൊബൈൽ പ്ലാസ കഞ്ഞിപ്പുര സ്പോൺസർഷിപ്പിൽ കടന്നു വരുന്ന ടൗൺ ടീം കഞ്ഞിപ്പുരയും തമ്മിൽ ഗ്രൗണ്ടിൽ ആദവനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KT ഹാരിസ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KP ശങ്കരൻ, T മുഹമ്മദ് ഇസ്മായിൽ, ആബിദ് മുന്നക്കൽ, KP നാരായണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KT ആസാദ്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MK കുഞ്ഞുട്ടി, KT സുനീറ, പഞ്ചായത്ത് അംഗങ്ങളായ PT ഫൗസിയ, നാസർ പുളിക്കൽ, കുഞ്ഞുട്ടി നെയ്യത്തൂർ, ശ്രീജ മലയത്ത്, MK സക്കറിയ, സ്കൂൾ SMC ചെയർമാൻ യാഹു കോലിശ്ശേരി, പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ കൺവീനർ T രേഖ, വ്യാപാരി സംഘടനാ പ്രതിനിധി ഭാസ്കരൻ നായർ, C അബ്ദുൽ കരീം, വിസ്മയ പ്രസിഡന്റ് ഷറഫുദ്ദീൻ മണ്ണേക്കര, തുളുനാടൻ കുഞ്ഞു ഹാജി, ബാപ്പു പുറാക്ക് എന്നിവർ സംസാരിച്ചു. നിഷാദ് മാട്ടുമൽ സ്വാഗതവും സലാം കോടശ്ശേരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്.
ഡെയിലി കളി നമുക്ക് കൊടുക്കണോ കൊടുക്കാം ഓരോ ദിവസത്തെ ടീമിൻ്റെ കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തനത്താണി സ്പോൺസർ ചെയ്ത സ്കോർ ബോർഡിൽ സൂചിപ്പിക്കുന്നു. ടൂർണമെന്റിന്റെ രണ്ടാം സൂചന വിലപടയോട്ടത്തിൽ നാളെ ആദ്യ മത്സരത്തിൽ വെല്ലുവിളികൾ അതിജീവിക്കാനുള്ള ആർജവവും ആരെയും അസൂയപ്പെടുത്തുന്ന കളിയഴകും ആത്മവിശ്വാസത്തിൽ ആടിയുറിയാത്ത പ്രതിരോധവും അടർക്കലത്തിൽ അലയടിക്കുന്ന ആക്രമണയും നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.